നിങ്ങളാരെങ്കിലും എയർപോർട്ടിനുള്ളിൽ കയറാതെ റൺവേയും ഫ്ലൈറ്റും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ, ഒരു അടിപൊളി കാഴ്ച വില്ലേജ് വ്ളോഗർ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. ഹലോ ഗൈസ്, അപ്പൊ കരിപ്പൂർ എയർപോർട്ടിന് അടുത്താണ് ഞങ്ങളൊക്കെ. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറി റൺവേയോ ഫ്ലൈറ്റോ കാണാൻ ഇതുവരെ സാധിച്ചില്ല. അതിന്റെ പുറത്ത് ഒരു അടിപൊളി സ്ഥലത്ത് നിന്ന് റൺവേയും ഫ്ലൈറ്റ് ലാൻഡിങ്ങും ഫ്ലൈയും ഒക്കെ കാണാമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാം, ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചേരാം. പോകാം, ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ടുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളെ വീട്ടിൽ നിന്നും അല്ലെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുമ്പോഴും മലപ്പുറം ജില്ലയുടെ പരിധിയിലാണ് ആ എയർപോർട്ട് ഉള്ളത്. അപ്പോൾ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഉള്ളിലെ റൺവേയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതോ ഫ്ലൈറ്റ് ഒന്നും അങ്ങനെ ഉള്ളിൽ കയറി കാണാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് സാധിച്ചിട്ടില്ല. ഏതായാലും അതിൻ്റെ ഒരു വശത്ത് ചെന്നാൽ താഴെ ഭാഗത്ത് റൺവേയും അതുപോലെ ഫ്ലൈറ്റ് പാർക്കിങ്ങും ലാൻഡിങ്ങും ഒക്കെ കാണാൻ സാധിക്കുമെന്ന് അറിഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നല്ലൊരു വീഡിയോ ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എയർപോർട്ട് റോഡിലേക്ക് കയറുകയാണ്. ഇതിപ്പോ ഐക്കരപ്പടി ജംഗ്ഷനാണ്. നമ്മൾ എയർപോർട്ട് റോഡിലേക്ക്, എയർപോർട്ട് റോഡാണ്, പാലക്കാട് കോഴിക്കോട് പാതയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മാറുണ്ട് നമുക്ക് എയർപോർട്ട് ജംഗ്ഷനിലേക്ക്. അവിടെ നിന്ന് അപ്പൊ നമ്മൾ ഏതാണ്ട് എയർപോർട്ട് ജംഗ്ഷനിലേക്ക് എത്തി. പാലക്കാട് രാമനാട്ടുകര കോഴിക്കോട് പാലക്കാട് റോഡ് നിന്നും എയർപോർട്ട് ജംഗ്ഷൻ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ ആ റോഡിലേക്ക് കടക്കാൻ പോവാണ്. നല്ല തിരക്കുണ്ട്, അതുപോലെ മഴയും. നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് അറിയില്ല. പോയി നോക്കുക, എന്താവും അവിടുത്തെ സ്ഥിതി എന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് ജംഗ്ഷനിൽ എത്തി. അങ്ങനെ എയർപോർട്ട് റോഡിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. ഒരു പക്ഷേ ഫ്ലൈറ്റ് ഉണ്ടാവുമോ, ഫ്ലൈറ്റ് ഇറങ്ങുമോ, ഫ്ലൈ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഏതായാലും കുമ്മണിപ്പറമ്പ് ജംഗ്ഷനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ലാൻഡിങ് ചെയ്യുന്ന റൺവേയുടെ ഒരു ഭാഗമാണ് കാണുന്നത്. എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള റോഡാണ്. ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിലാണ് പോകുന്നത്. കഷ്ടിച്ച് ഒരു കാറിന് പോകാനുള്ള സ്ഥലമുള്ളൂ. എതിർവശത്തുനിന്ന് ഒരു വണ്ടി വന്നാൽ യാതൊരു കാരണവശാലും സൈഡ് കൊടുക്കാൻ കഴിയില്ല, അത്രയും ബാക്ക് പോരണം. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്ത് എത്താറായി. അവിടെ വണ്ടി പാർക്കിങ്ങിലേക്ക് സൗകര്യമുള്ള സ്ഥലത്ത് നോക്കി വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ എത്തും, ഏകദേശം അവിടെ എത്തി സൈഡാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കി ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു ഫ്ലൈറ്റ് പൊന്തുന്നതാണ്. ഒരുപക്ഷെ അത് അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞില്ല, അപ്പോഴത്തെ ഫ്ലൈ കഴിഞ്ഞു പോയി. ഈ കാണുന്ന സ്ഥലമാണ്. ഇതിൻ്റെ നേരെ മുൻവശത്ത് കാണുമ്പോൾ കണ്ടോ, റൺവേ ആണ് ഈ കാണുന്നത്. നമ്മൾ എയർപോർട്ടിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടേജിലൂടെ വന്ന് ഉള്ളിൽ പാസ്സൊക്കെ എടുത്ത് കയറിയിട്ട് വേണം ഈ റൺവേയും ഈ ഫ്ലൈറ്റൊക്കെ കാണാൻ. ഏതായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ഞങ്ങൾ കണ്ടില്ലേ 2-3 ഫ്ലൈറ്റ് അവിടെ, ഒരു 2 ഫ്ലൈറ്റ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് പോകാനുള്ള തയ്യാറെടുപ്പിൽ റിവേഴ്സ് വരുന്നതും ഒക്കെ കാണാം. പക്ഷെ ഞങ്ങൾക്കത് പറക്കുന്ന സമയത്ത് എടുക്കാൻ കഴിയാതെ പോയി. കാരണം റൺവേയുടെ അങ്ങേ തലക്ക് നിന്നും
ഇത് വരുന്നത് അറിഞ്ഞില്ല. ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ സങ്കടം ഇത്രയും ഇവിടുന്ന് പോയി. ആ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓണാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഏതായാലും നല്ലൊരു അനുഭവമാണ്. കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണമെന്നാണ് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ. Mm.